നെക്സ്റ്റ് ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ഡി ബ്രോഗ്ലി സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നോക്കിയേ, ബോർസ് മോഡലിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഓർമ്മയുണ്ടോ? അതായത് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റുകളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ, ശരിയല്ലേ? വാട്ട് എവർ ബി ദ എനർജി സ്റ്റേറ്റ്, നമ്മൾ ഇലക്ട്രോൺ ആ സ്റ്റേറ്റിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് സാറ്റിസ്ഫൈ ദ ഫോർമുല MVR, ഓർമ്മയുണ്ടല്ലോ, NH/2π. ഇങ്ങനൊരു ഫോർമുല സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രമേ അതിൽ കൂടി മൂവ് ചെയ്യുള്ളൂ അല്ലേ? ഇത് ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു NH/2π സാറ്റിസ്ഫൈ ചെയ്തിട്ട് മാത്രമേ അതിൽ കൂടി മൂവ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. M എന്ന് പറഞ്ഞാൽ മാസ്, V എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ സ്പീഡ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, N എന്ന് പറഞ്ഞാൽ ഏത് നമ്പറാണ്, ഏത് ഓർബിറ്റാണ്. അതായത് N=1, N=2 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ Nൻ്റെ നമ്പർ എന്താണ്, ക്വാണ്ടം നമ്പർ എന്നും അതിന് പറയും. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ MVR = NH/2π ഇതിൻ്റെ ഡെറിവേഷനാണ്. ഇത് ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് വഴി മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. വേറെ പ്രൂഫില്ല. ഡി ബ്രോഗ്ലീസ് എക്സ്പ്ലനേഷൻ ഒരു ഹൈപ്പോത്തസിസ് ആണ്, അതുപയോഗിച്ചിട്ടാണ് ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഈ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ് ഡെറിവേഷൻ. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് ഓർക്കുന്നുണ്ടോ? വേവ് നേച്ചർ ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, M മാസും V എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ദ വേവ് ലെങ്ത് ഇക്വാലൻ ടു ദാറ്റ് മോഷൻ. അതായത് ഇറ്റ് ഷോസ് അല്ലേ ഒരു വേവ് നേച്ചർ. ഒരു മാറ്റർ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് വേവ് നേച്ചർ. അതിൻ്റെ വേവ് ലെങ്ത് λ = h/p. P എന്ന് പറഞ്ഞ മൊമെൻറ്റമാണ്. ഇങ്ങനൊരു ഫോർമുല നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് ആണ് അല്ലേ? ഒരു ഒബ്ജക്റ്റ്, മാസ്സുള്ളൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ് വിത്ത് സെർട്ടൻ സ്പീഡ് V. അങ്ങനെയാണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് ഉണ്ട്. അത് കുറച്ച് വേവ് നേച്ചറും കാണിക്കും. അതിൻ്റെ വേവ് ലെങ്ത് λ = h/p ആണെന്ന് പഠിച്ചിട്ടുണ്ട്. h/mv. മനസ്സിലായല്ലോ? അപ്പോഴേ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വേവായിട്ട് മൂവ് ചെയ്യുള്ളൂ. അതായത് ഷോസ് വേവ് നേച്ചർ, റൈറ്റ്? അപ്പോൾ ഇതിങ്ങനെ വേവ് പോലെ ഇങ്ങനെ, മനസ്സിലായില്ലേ? വേവ് മൂവ് ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ മൂവ് ചെയ്ത്, മനസ്സിലായില്ല? ഇങ്ങനെ മൂവ് ചെയ്യും, ശരിയല്ലേ? ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചെത്തും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ആ ഡയഗ്രാം ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇത് ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മൂവിലേക്ക് വേവ്, ഞാനിവിടെ ഇപ്പം തന്നെ പറഞ്ഞ പോലെ വേവ് പോലെ അല്ലേ? വേവ് എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു മാസ്സുള്ളൊരു ഒബ്ജക്റ്റാണ്. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് മൂവ്സ് ലൈക്ക് എ വേവ്. അപ്പോൾ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ലേ, ഇതുപോലെ അപ്പർ സൈഡും ലോവർ സൈഡും കാണിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു അല്ലേ? അപ്പോൾ അതിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും λ അല്ലേ? ശരിയല്ലേ? വേവ് ലെങ്ത് ഉണ്ടാവും λ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഈ പോയിന്റിനും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ്. അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെഗ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലെങ്ത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ വേവ് ലെങ്ത്ത് നമുക്കറിയാം, കാണാൻ പറ്റും. ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരം ഞാൻ എഴുതട്ടെ. വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ λ. ഓക്കെ, വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ λ = ഇലക്ട്രോണിൻ്റെ മാസ് M ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? M ആണ്. മൂവിങ് വിത്ത് വെലോസിറ്റി V ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് M-ഉം മൂവിങ് വിത്ത് വെലോസിറ്റി V ആണ്. അപ്പോൾ ഡി ബ്രോഗ്ലീസ് ഹൈപ്പോത്തസിസ് പ്രകാരം ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത് λ = h/p അഥവാ h/mv ആണ്. ഓക്കെ ആണല്ലോ? h/mv ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കണം കേട്ടോ. ഈ ഡിസ്റ്റൻസ് ലാംഡയാണെന്ന് മനസ്സിലായല്ലോ. ഈ ലാംഡ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ശരിയല്ലേ?
ഇതേ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ലാംഡ. എഗെയിൻ ഈ ഡിസ്റ്റൻസ് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും അല്ലേ, ലാംഡ. അപ്പോൾ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, അതായത് ഈ ഓർബിറ്റിൻ്റെ പെരിമീറ്റർ ലാംഡയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായി. കാരണം ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ അവസാനം പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അപ്പോൾ ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ക്ലിയർലി എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. അങ്ങനെ വരണം അല്ലേ? ഇത് വേവായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതല്ലാതെ വേറെ വഴിയില്ല. ഡി ബ്രോഗ്ലി പറയുന്നത് മാസുള്ള ഒബ്ജക്റ്റും വേവ് നേച്ചർ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ, പെരിമീറ്റർ ഓഫ് ദിസ് ഓർബിറ്റ് വിൽ ബി ഇൻ എ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഇതിൻ്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ 2πr ആണല്ലോ. 2πr എന്തായിരിക്കും? അപ്പോൾ ലാംഡയുടെ എന്തോ ഒരു മൾട്ടിപ്പിൾ n ലാംഡ എന്ന് എഴുതാം. ശരിയല്ലേ? n ലാംഡ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ലാംഡയുടെ മൾട്ടിപ്പിൾ ചിലപ്പോൾ അത് 2 ലാംഡ ആവാം, ചിലപ്പോൾ 3 ലാംഡ ആയിരിക്കാം. കണ്ടില്ല, ഇവിടെ ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ ചെയ്ത് വരുമ്പോൾ 2πr ആവുമല്ലോ. ദാറ്റ് ഈസ് 2πr ഈക്വൽ ടു n ഇൻറ്റു ലാംഡ. ലാംഡയുടെ ഫോർമുല h/mv ആണ്. h/mv ആണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇതിങ്ങനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തൂടെ? അപ്പോൾ 2πr ഇൻറ്റു mv ഈക്വൽ ടു nh, വേർ n ഈസ് സം നാച്ചുറൽ നമ്പർ 2ഓ 3ഓ 4ഓ അങ്ങനെ എന്തോ. ഇവിടെ MVR മാത്രം ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യുക. MVR മാത്രം ലെഫ്റ്റ് സൈഡിൽ കീപ്പ് ചെയ്യുക. സോ MVR ഈക്വൽ ടു 2π റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ nh/2π കിട്ടും, വേർ n ഈസ് സം നാച്ചുറൽ നമ്പർ, അഥവാ ദ നമ്പർ കോണ്ടന്റ് നമ്പർ റെപ്രസെൻറ്റിംഗ് ദാറ്റ് ഓർബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു MVR ഈക്വൽ ടു nh/2π.